സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 4 ദിവസം കൂടി ഇ.ഡി കസ്റ്റഡിയിൽ തുടരും. കേജ്രിവാൾ മുഖ്യമന്ത്രി എന്ന പ്രിവിലേജ് കോടതി മുറിയിൽ പോലും ഉപയോഗിക്കുകയാണ് എന്നാണ് ഇ.ഡി പറയുന്നത്. ആപ്പ് എന്ന പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാനാണ് നീക്കമെന്ന് കോടതി കൊടുത്ത 5 മിനിറ്റിൽ കേജ്രിവാളും പറഞ്ഞു. ബി.ജെ.പിക്ക് ലഭിച്ച സംഭാവനയ്ക്ക് മദ്യ അഴിമതിയുമായി ബന്ധമില്ല എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറലിന്റെ വാദം. ഡൽഹിയിൽ കേജ്രിവാളിനെ അഴിക്കുള്ളിലാക്കുന്നതിനൊപ്പം പഞ്ചാബിൽ ആപ്പ് എം.എൽ.എമാരെ ചാക്കിലാക്കാനുള്ള ഓപ്പറേഷൻ താമരയും ഒരു വശത്ത് നടക്കുകയാണ്. ഒറ്റക്കിരുത്തിയും കൂട്ടത്തിലും കേജ്രിവാളിനെ ചോദ്യം ചെയ്യൽ നീളുമ്പോൾ ഇ.ഡി ഷോ തുടരുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി എം പ്രകാശൻ, കോൺഗ്രസ് പ്രതിനിധി KP നൌഷാദ് അലി, ബി.ജെ.പിയിൽ നിന്ന് JR പത്മകുമാർ, ആപ്പിൽ നിന്നും അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ എന്നിവരാണ്. ഒപ്പം തന്നെ ഡോക്ടർ MN കാരശ്ശേരിയും രാഷ്ട്രീയ നിരീക്ഷകൻ ചർച്ചയിൽ കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം. ആദ്യം ആപ്പ് പ്രതിനിധി വിനോദ് മാത്യു വിൽസണിലേക്കാണ്. വിനോദ്, ഇപ്പോൾ 4 ദിവസത്തേക്ക് കൂടി ഇ.ഡി കസ്റ്റഡി നീട്ടിയിരിക്കുകയാണ്. 7 ദിവസമാണ് ഇ.ഡി ആവശ്യപ്പെട്ടത്. അത് 4 ദിവസമാക്കി ചുരുക്കി. കോടതി 4 ദിവസത്തേക്ക് ഇ.ഡി കസ്റ്റഡിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 3-ാം തീയതി എന്ന ദിവസം പ്രാധാന്യമുള്ളതാണ്. ജാമ്യം ലഭിക്കുമോ അതോ തിഹാർ ജയിലിലേക്ക് പോകുമോ? എന്താണ് നിങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്? അല്ല, ഇതിൽ ആശങ്കയൊന്നുമില്ലല്ലോ സ്മൃതി. ഇന്നലെ ഞാൻ മറ്റൊരു ചർച്ചയിൽ മറ്റൊരു ചാനലിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റിൽ വീണ്ടും ഓൺ ചെയ്യുകയാണ്. കേജ്രിവാളിനെ ഉടനെ പുറത്തിറക്കി, പുറത്തു നിന്ന കേജ്രിവാളിനെ ഇവരകത്താക്കി, അകത്ത് നിന്ന കേജ്രിവാൾ പുറത്തു നിന്ന കേജ്രിവാളിനെ ശക്തനായി, അദ്ദേഹത്തെ വീണ്ടും പുറത്തിറക്കി അതിലും ശക്തനാക്കാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുമോ? അമിത്ഷായും സംഘവും ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വരുന്ന പ്രതീക്ഷയിലല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ നിയമ പോരാട്ടത്തിന്റെ ഭാഗമാണ്. അത് ഞങ്ങളുടെ റൈറ്റാണ്. ആ പോരാട്ടം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ഇവിടെ നിന്നും ഈ അടുത്ത കാലത്ത് അദ്ദേഹം നീതി കിട്ടത്തില്ല എന്ന് കേജ്രിവാളിനും അറിയാമല്ലോ. അപ്പൊ അത്തരം ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും കോൺഫിഡൻസ് പ്രശ്നം വല്ലതും ഉണ്ടോ? ഇവരെ വർഷങ്ങളായി ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന മനുഷ്യരുടെ കഥകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. എത്രയോ പേരെ ഇവർ വർഷങ്ങളായി ഓരോ ഈ നിയമം എന്തിനാ ഈ നിയമം? ഞാൻ പലപ്പോഴും പല ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ PMLA ആക്ടിന്റെ സെക്ഷൻ കൊണ്ടുവന്ന എന്തിനാണ്? അഴിമതി അന്വേഷിക്കാൻ അഴിമതി നിരോധന നിയമം നാട്ടിലുണ്ട്. ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം ആശങ്കകളേ ഇല്ല. പിന്നെ അകത്തിട്ട് ഞങ്ങളെ ഇല്ലായ്മപ്പെടുത്തി കളയാം, ഈ പാർട്ടി അങ്ങ് നശിപ്പിച്ചു കളയാം ഒന്നും വിചാരിക്കേണ്ട. ഒരു IIT-കാരൻ അകത്ത് പോയപ്പോൾ ഓക്സ്ഫോർഡുകാരി ഇന്ത്യയിൽ താരമായി വളർന്നു വരുന്നുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ചർച്ചകൾ പോലും മീറ്റ് ദ എഡിറ്റർ ആ ഷോ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ തന്നെ അതിലൊന്ന് രണ്ടും എനിക്ക് തോന്നുന്നു ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയാണ്. ആം ആദ്മി പാർട്ടി ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ചർച്ചയാവുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, പലപ്പോഴും ആം ആദ്മി പാർട്ടി ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകൾ കേരളത്തിൽ നടക്കുമ്പോൾ ഒരുപക്ഷെ പാർട്ടി പ്രതിനിധികൾക്ക് പോലും സ്വീകാര്യത, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ ഭാഗം പറയാൻ ഒരു ചാനലുകാരും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച ചുരുങ്ങിയ കാലയളവിൽ വലിയ രൂപത്തിൽ വളർന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക എന്നതും പ്രായോഗികമായി നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നതും പ്രധാനമാണ്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിനുള്ള ആലോചനകളിലേക്ക് കടക്കുകയാണ്. ലഫ്റ്റനന്റ് ഗവർണർ ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോടതിയിൽ വന്ന ഹർജി കോടതി തള്ളിയെങ്കിലും അത് രാഷ്ട്രപതിക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ്. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. നിങ്ങൾ എങ്ങനെയാണ് തടയാൻ പോകുന്നത്? തീർച്ചയായും അല്ല, അതിന് നിയമ പോരാട്ടമല്ലേ നടത്താൻ പറ്റുള്ളൂ. മറ്റു രീതിയിൽ തടയാൻ കഴിയില്ല. നിയമ പോരാട്ടം, ഇന്ന് ഹർജി വന്നു, കോടതി തള്ളി. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകേണ്ടത് ലഫ്റ്റനന്റ് ഗവർണറും അല്ലെങ്കിൽ അത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ജുഡീഷ്യറിയൊക്കെ വലിച്ചിഴക്കരുതെന്ന് പറഞ്ഞാണ് കോടതി. എക്സിക്യൂട്ടീവ് തീരുമാനിച്ച കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പലതും നടക്കുന്നത്. ആ തീരുമാനങ്ങളുടെ പ്രശ്നമാണോ നിങ്ങൾ അനുഭവിക്കുന്നത്? എക്സിക്യൂട്ടീവിന് തീരുമാനിക്കാം. അതെ, ആ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ്. ആ എക്സിക്യൂട്ടീവിന്റെ തീരുമാനത്തെയാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്. ഇവരുടെ ഗവർണർ ഇപ്പം അങ്ങ് ഈ ചർച്ച തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചല്ലോ, സോളിസിറ്റർ ജനറൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ പറഞ്ഞതായിട്ട് അങ്ങ് സൂചിപ്പിച്ചു. എന്താ സ്റ്റേറ്റ്മെന്റ്? ഈ BJP കൊടുത്ത പണത്തിന് മദ്യ അഴിമതിയായിട്ട് ബന്ധമില്ലെന്ന്. അത് അവരെങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ കേജ്രിവാളിന് കൊടുത്ത പണം മാത്രമേ മദ്യ അഴിമതി എന്ന് ഇവർക്ക് ചുരുങ്ങിയ നിമിഷം എങ്ങനെ മനസ്സിലായി? ഇവർ തെളിവെല്ലാം കണ്ട് ശേഖരിച്ചോ? അപ്പോൾ മറ്റേ പണം അങ്ങനെ കൊടുത്താണ് സോളിസിറ്റർ ജനറൽ പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എവിഡൻസ് ഒക്കെ കിട്ടിയോ? അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. ഇവര് ED എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയാണ്. NDAയുടെ ഘടകകക്ഷിയാണ് ED എന്ന് പറയുന്നത്, നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഡൽഹിയിൽ ഞങ്ങളെ ഒതുക്കി തീർത്തു.
ഡൽഹിയിൽ അങ്ങ് രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നു, ഞങ്ങളെയൊക്കെ പിടിച്ചങ്ങ് അകത്താക്കി, അതുകൊണ്ട് ഈ പാർട്ടി തീരുമോ? ഇപ്പൊ ഡൽഹി മാത്രമല്ലല്ലോ, പഞ്ചാബിൽ ഭരിക്കുന്നില്ലേ? ഗുജറാത്തിൽ ഇവരുടെ തട്ടകം, നരേന്ദ്രമോദിയുടെ തട്ടകമായ, അമിത്ഷായുടെ തട്ടകമായ സ്ഥലത്ത് 5 നിയമസഭാ MLA-മാരും അതുപോലെ 13% വോട്ടുമില്ലേ? ഹരിയാനയിൽ, ഗോവയിലൊക്കെ ഞങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന, ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിൽ വളരുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഈ ഏതെങ്കിലും തരത്തിലുള്ള കേസും കൂട്ടായ്മകളോ കാണിച്ച് ഞങ്ങളെ തകർത്ത് കളയുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ തളരുന്ന പാർട്ടിയല്ല. കാരണം അതിന്റെ കാര്യം എന്താ? ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, അല്ലെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ജനങ്ങൾ ആം ആദ്മി എങ്ങനെ സ്വീകരിച്ചിട്ടുള്ളൂ, ആം ആദ്മിയുടെ രാഷ്ട്രീയം എങ്ങനെ വളർന്നു വന്നേ? അവർ വളർന്നു വന്നത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെൽഫെയർ സ്കീമുകൾ കൊടുത്തുകൊണ്ട് ഒരു പുതിയ ആശയ രീതിയായിരുന്നു. അത് മറ്റ് രാഷ്ട്രീയ പാരമ്പര്യ പാർട്ടികളെ പോലെ ഏതെങ്കിലുമൊക്കെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന വലിയ പ്രതിക്രിയാവാദവും വലിയ സിദ്ധാന്തങ്ങളുടെ ഒന്നും ബന്ധനത്തിലല്ല ഈ പാർട്ടി. ഇത് വളരെ സ്ട്രെയിറ്റ് ആയി ജനങ്ങൾക്കിടയിൽ സംവദിക്കുന്ന പാർട്ടിയാണ്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടുന്ന പാർട്ടിയാണ്. വളരെ സ്പേസ് ഉള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കേജ്രിവാളിനെ പിടിച്ചകത്തിട്ടപ്പോൾ ഇവർ വിചാരിച്ചു അതുകൊണ്ട് തീർന്നു, തല അകത്ത് പോയോണ്ട് പാർട്ടി തീർന്നു. അങ്ങനെയല്ലോ. നിങ്ങൾക്ക് ക്ഷേമരാഷ്ട്രീയം മാത്രമല്ല, നിങ്ങൾക്ക് മൃദു ഹിന്ദുത്വമുണ്ട്. രണ്ടും BJP-യുടെയും നയമാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു ശത്രുവായി BJP കണ്ടിരിക്കുക. ശ്രീ പത്മകുമാറും ഇപ്പോൾ ചർച്ചയിലുണ്ട്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, കേജ്രിവാളിനെ അകത്തിടാനുള്ള ശ്രമങ്ങൾ ED തുടരുന്നു. പക്ഷേ തനിക്കെതിരെ എവിടെ തെളിവെന്നാണ് കേജ്രിവാൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. 100 കോടിയുടെ അഴിമതി എന്ന് പറയുമ്പോൾ ഒരു തെളിവ് കാണിക്കാമോ? 4 മൊഴികൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ED കസ്റ്റഡിയിൽ തുടരുന്നത്, ഇനി അഴിക്കുള്ളിലാക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് മറുപടി? അല്ല, എന്തോ തെളിവെന്ന് ഞാൻ പബ്ലിക്കിനോടല്ലല്ലോ ചോദിക്കാറുള്ളത്, കോടതിയോടല്ലേ. കോടതിയല്ലേ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നത്. പോലീസ് അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസി എന്തെങ്കിലും അനുസരിച്ച് ഓർഡർ എടുത്ത സ്ഥാപനമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് EDയോട് ചോദിക്കുന്നത്, EDയോട് ചോദിക്കുക എന്താണ് തെളിവെന്ന്, അല്ലെങ്കിൽ കോടതിയോട് ചോദിക്കുക. അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യുന്നതും പോലീസ് കസ്റ്റഡി, ഈ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നതും അന്വേഷണ ഏജൻസി കോടതിയാണ്. കോടതിയോട് ചോദിക്കുക, എന്നെ ഈ വീണ്ടും പോലീസിൽ ഈ അന്വേഷണ ഏജൻസിക്ക് വിട്ടുകൊടുത്തതിന് എന്താണ് തെളിവ്, ഇത് നിയമവിരുദ്ധമല്ലേ? ഒരു കോടതി അങ്ങനെ പറഞ്ഞെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ അതിന് മുകളിലൊരു കോടതിയുണ്ട്, ആ കോടതിയിൽ പോയി ചോദിക്കുക. അതല്ലാതെ രാഷ്ട്രീയ പ്രചരണത്തിൽ പബ്ലിക്കായിട്ട് ഞാൻ നിരപരാധിയാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചില ആളുകൾ ഈ പെറ്റി കേസുകളിലൊക്കെ ഞാൻ മജിസ്ട്രേറ്റിന് മുമ്പേ ഹാജരാക്കുമ്പോൾ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ബാക്കി എൻ്റെ അനുഭവത്തിൽ ഒരുവിധപ്പെട്ട ആളുകളാരും ഇങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കോടതിയിൽ കുറ്റം ചെയ്തിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് തന്നെയാണ് എല്ലാവരും സ്വാഭാവികമായിട്ട് പറയുന്നത്. അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി. അന്വേഷണം പൂർത്തിയാകട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ശ്രീ JR പത്മകുമാർ, BJP-ക്ക് ലഭിച്ച സംഭാവനയ്ക്ക് മദ്യ അഴിമതിയുമായി എന്ന് ഇന്നിപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വാദിക്കുന്നുണ്ട്. പക്ഷേ ആ 55 കോടി എപ്പോഴാണ് BJP-ക്ക് നൽകിയതെന്നും എപ്പോഴാണ് ഈ ശരത് റെഡ്ഡി മാപ്പുസാക്ഷിയായതെന്നും ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത്? അല്ല, അതിനെ സംബന്ധിച്ച് BJP പൈസ സ്വീകരിക്കുന്നത് ഇലക്ട്രൽ ബോർഡിൽ കൂടെ ആയിരുന്നു. അത് അന്ന് നിലവിലുള്ള ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം അനുസരിച്ചിട്ടാണ്. ആ നിയമം അനുസരിച്ചിട്ട് എങ്ങനെയാണ് പൈസ ഇങ്ങനെ പറഞ്ഞു പോകല്ലേ? ഞങ്ങൾ 6 മാസം ജയിലിൽ കടന്ന ശേഷം പുറത്തിറങ്ങിയിട്ടാണല്ലോ ഈ ബോണ്ട് വാങ്ങുന്നതും മാപ്പുസാക്ഷിയാകുന്നതും. അതേക്കുറിച്ച് വിശദീകരിക്കൂ. വരട്ടെ, നിങ്ങൾ അല്ല, അദ്ദേഹത്തിന് മാപ്പുസാക്ഷിയാകണമെങ്കിൽ ഒരു സാധാരണ മാപ്പുസാക്ഷിയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങണം. പങ്കെടുത്ത നിങ്ങൾ ചർച്ച നേരെ കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചോദിക്കുക. നിങ്ങളുടെ ഈ തോന്നിയാസം ചോദിക്കുന്നതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. എന്താണ് തോന്നിവാസം? എന്താണ് ഇതിൽ തോന്നിവാസം? ശരത് റെഡ്ഡി 6 മാസം ജയിലിൽ കിടന്നില്ലേ? മര്യാദ വേണ്ടേ? എന്താണ് അങ്ങനെയാണോ പറയുന്നത്? അല്ല, ഇലക്ട്രൽ ബോണ്ട് അല്ലല്ല, മാപ്പ് സാക്ഷിയാവണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങണോ? അങ്ങനെയാണോ നിങ്ങൾ ശരത് റെഡ്ഡിയുടെ അല്ല, ശരത് റെഡ്ഡി അല്ല ചോദിച്ചത്. ഇന്ത്യൻ കോടതിയിൽ മാപ്പുസാക്ഷി ഒരു ക്രിമിനൽ കേസിൽ മാപ്പുസാക്ഷി എനിക്ക് അദ്ദേഹം ചോദിക്കുന്നതിന് ഒരു ഇതുമില്ല. എന്ത് വേണമെന്നാണ് താങ്കൾ പറയുന്നത്? ED റെയ്ഡ് നടന്ന എത്ര സ്ഥാപനങ്ങൾ പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി റെയ്ഡിന് ശേഷം? ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള അങ്ങനെ പൊതുവായി പറയാൻ പറ്റില്ലല്ലോ. ബിജെപിക്ക് കിട്ടിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ BJP-ക്ക് കിട്ടിയതിനെ കുറിച്ച് പറയണം. എന്ത് പറയാൻ പറ്റാത്തത്? സ്മൃതി, അല്ല, BJP കിട്ടിയത് ഞാൻ പറഞ്ഞതല്ല, വാങ്ങിയതല്ല. ഇലക്ട്രൽ ബോണ്ട് നിലവിൽ
അല്ല നിലവിലുള്ള ഒരു നിയമം അനുസരിച്ച് ബാക്കി പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. ബിജെപിക്ക് കിട്ടിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരം മുട്ടുന്നത് JR പത്മകുമാർ? അല്ല ഈ ബാക്കി പാർട്ടികൾക്ക് കിട്ടിയതെല്ലാം പറഞ്ഞിട്ട് കൊടുത്തതാണോ? അല്ല കോൺഗ്രസിനും DMK-ക്കും തൃണമൂൽ കോൺഗ്രസിനും ബാക്കി RJD-ക്കും SP-ക്കൊക്കെ കൊടുത്തതെല്ലാം ED പറഞ്ഞിട്ട് കൊടുത്തതാണോ? അല്ല റെയ്ഡിന് ശേഷം കൊടുത്തതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പറയുന്നതാണെങ്കിൽ അങ്ങനെയാണോ? റെയ്ഡിന് ശേഷം കൊടുത്തവരുടെ കാര്യമാണ് ചോദിച്ചത്. റെയ്ഡിന് ശേഷം അല്ല തെളിവ് പുറത്തു വരട്ടെ. മാപ്പ് സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല ഞാൻ ചോദിക്കട്ടെ, മാപ്പ് സാക്ഷി കേജ്രിവാളിനെ കണ്ടില്ല എന്ന് പറയുകയും പിന്നീട് കേജ്രിവാളിനെ കണ്ടു എന്ന് പിന്നീട് പറയുകയും ചെറിയ അല്ല അതൊക്കെ ഇതിപ്പോൾ നിങ്ങൾ കോടതിയിൽ വരട്ടപ്പോൾ എന്താണ് തെളിവുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ കയ്യിൽ കുറേ കേസ് രേഖകളിരിക്കുന്നു, തെളിവിരിക്കുന്നു എന്നൊക്കെ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതല്ലേ. അതൊക്കെ തെളിവുകൾ വരട്ടെ. ഇപ്പൊ ഇന്നലെ തെളിവ് വേണ്ടത്? ഇപ്പോൾ ഒരു ആപ്പിന്റെ MP BJP-യിലേക്ക് പോയി, അതിന് ഇനി എന്താണ് തെളിവ്? ആപ്പിന്റെ MP പെട്ടെന്ന് BJP-യിലേക്ക് പോകുന്നു, എന്താണ് അതിന്റെ തെളിവ്? ആപ്പിന്റെ MP മാത്രമല്ലല്ലോ BJP പോയതാണോ? അല്ല കോൺഗ്രസിനെ കുറിച്ചാണ് ചോദ്യം. അല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ആകൃഷ്ടരാകാൻ BJP-യിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ചോദിച്ചത്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രത്യേക ആകർഷണ ശക്തി ഉണ്ടോ എന്ന് അറിയില്ല. ആകർഷണ ശക്തി എന്തിന്റെയൊക്കെ ആകർഷണമാണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ എന്താണ് ഈ ഓപ്പറേഷൻ താമര? ഞങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ ആകർഷണം ഞങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് തോന്നുള്ളൂ. കോൺഗ്രസിലേക്ക് BJP നാളിൽ കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ ഇപ്പൊ ഒന്നുമില്ലല്ലോ. BJP മറ്റു അല്ല എന്തോ CC എന്നാണ് പറയുന്നത്, ധാരണ അല്ല നിങ്ങളുടെ അല്ല അത് തന്നെ ആകർഷണം എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച പൈസയാണോ? നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ ജനപ്രതിനിധികളെയും ഇന്ത്യ രാഷ്ട്രീയക്കാരികളെയും എന്താണ് മറുപടി JR പത്മകുമാർ? അത് അവര് പറഞ്ഞതല്ലേ, അത് അവര് പറഞ്ഞതല്ലേ. വിശ്വസിക്കണം. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? സർക്കാരിനെ താഴെയിടാൻ BJP ശ്രമിക്കുന്നു, കേജ്രിവാളിനെ അകത്തിരിക്കുന്നു, അപ്പുറത്ത് ആപ്പിന്റെ MP BJP-യിലേക്ക് പോകുന്നു. അല്ല കേജ്രിവാളിനെ അതിനുശേഷം 9 മാസക്കാലം ഒരു മന്ത്രി അതുമായി ബന്ധപ്പെട്ട വേറൊരു സംസ്ഥാനത്ത് അവരെ കേജ്രിവാളിനെ കൂടെ ശ്രീ പത്മകുമാർ അങ്ങ് അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ നേരിട്ട് സ്മൃതി വഴിയല്ല, ഞാൻ ചോദിച്ചോട്ടെ. അങ്ങേക്ക് എനിക്ക് എന്നോട് മറുപടി പറയാൻ അങ്ങേക്ക് അദ്ദേഹം അങ്ങ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയല്ല, പക്ഷേ സുപ്രീം കോടതി അത് റദ്ദാക്കി. അതായത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ കരാർ റദ്ദാക്കി, നിങ്ങളുടെ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം തന്നെ റദ്ദാക്കി. പക്ഷേ മദ്യനയം എന്ന് പറയുന്നത് കോടതി പോകുന്നതിന് മുമ്പ് ഗവൺമെന്റ് സംവിധാനമാണ്. ഇതിലേതാണ് കൂടുതൽ പ്രശ്നമുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയല്ല എങ്ങനെ നിങ്ങൾ പറയുന്നു? ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ചു രേഖകൾ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്നത് അങ്ങൊന്നും മിണ്ടാതിരിക്കും. അല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ സാർ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങ് പിശക് തിരുത്തിക്കോളൂ. ഇവിടെ എങ്ങനെ ശരത്ചന്ദ്ര റെഡ്ഡിക്ക് എപ്പോഴാണ് ഈ പറയുന്ന ജാമ്യം കിട്ടുന്നത്? അദ്ദേഹം അറസ്റ്റ് ചെയ്തതിനു ശേഷം 5 കോടി രൂപ കൊടുക്കുന്നു. കൊടുത്തതിനു ശേഷം ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്നു. ആ ജാമ്യത്തെ ED എതിർക്കുന്നില്ല. അതിനുശേഷം അപ്രൂവർ ആകുന്നു. അപ്രൂവർ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന് ബന്ധമുള്ള കമ്പനിയിൽ നിന്നും 50 കോടി രൂപ കൊടുക്കുന്നു. ഇത് പബ്ലിക് ഡൊമൈനിൽ അതിന്റെ ഡോക്യുമെന്റ് ഉണ്ട് സാർ. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സോളിസിറ്റർ ജനറൽ കോടതി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ പുറത്തുനിന്ന് രേഖകളും വിശ്വസിക്കണം. ഏതാ വലിയ അഴിമതി? ഇതാണ് പറയുന്നത്. നിങ്ങൾ പണം കൊടുത്ത് ആളെ മാറ്റി അപ്രൂവർ ആക്കി. അപ്പൊ നിങ്ങൾക്ക് അത് അഴിമതിയല്ല, അത് പ്രശ്നമല്ല. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി. നിങ്ങളൊരു അഡ്വക്കേറ്റ് കൂടിയല്ലേ സാർ? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? അത്രമാത്രമേ ചോദ്യമുള്ളൂ. എന്റെ അഡ്വക്കേറ്റിനെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ആണെന്നുള്ള എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം എൻ്റെ അഭിപ്രായം കേട്ടോളൂ. ഒരു കോടതി നിയമം പാസ്സാക്കി, നമ്മുടെ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി, ആ നിയമം പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലോ ഓഫ് ദി ലാൻഡാണ്. അതിനനുസരിച്ച് ഒരു കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ആ നിയമം അസാധുവാക്കുന്നിടത്തോളം കാലം നിയമപരമാണ്. അതിൽ യാതൊരു സംശയമില്ല.
അതുകൊണ്ട് നമുക്കറിയാമല്ലോ പല നിയമവും കോടതി നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചില നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് ഗവൺമെൻറ് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് പല രീതിയിലും അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കുറേ കാലം കഴിയുമ്പോൾ കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയുമോ? അപ്പോൾ അതുവരെ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ശരി തന്നെ, നിയമപരമായിട്ടുള്ള വാദമൊക്കെ നിൽക്കുന്നു. പക്ഷേ ഇ.ഡി. റെയ്ഡുകൾക്ക് ശേഷം വിവിധ കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് നിർബന്ധിച്ചു വാങ്ങി, ഭയപ്പെടുത്തി വാങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രീതിയിലാണ് ചർച്ച ഈ രീതിയിലാണ് ചർച്ച പോകണമെങ്കിൽ എനിക്ക് ഒരു താല്പര്യമില്ല റിപ്പോർട്ട്. അതെന്താണ് ശ്രീ ജെ.ആർ. പത്മകുമാർ, ഉത്തരമുട്ടുമ്പോഴാണോ ഇങ്ങനെ ഒരു തീരുമാനം? അല്ല നിങ്ങളെ വഴങ്ങി കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങളുടെ ഇതിന് ഈ ചാനലിൽ വന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അതുവേണ്ടി പ്രചരണത്തിന് വേണ്ടി വരണമെന്നുമല്ല, ഒരു ഉത്തരവും മുട്ടൂല. എങ്കിൽ ഞാൻ അത് പറയാനുള്ള ഒരു ആംബിയർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഒന്ന് വഴങ്ങി കൊടുക്ക അല്ലല്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, മതിയാക്കുന്നു. ഈ പുതിയ പോയിന്റ് പറയൂ. ഇല്ലേ, പറയാനില്ല. അതെങ്ങനെ പറയും? പുതിയ പോയിന്റ് പറയാൻ പറ്റും. ജെ.ആർ. പിണങ്ങി. ശരി, ശ്രീ എം പ്രകാശൻ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ജെ.ആർ. പത്മകുമാർ ഇറങ്ങിപ്പോയെന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ജനാധിപത്യ സംവിധാനത്തെ ഇതുപോലെ വെല്ലുവിളിച്ചൊരു ഗവൺമെൻറ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ല. ജനാധിപത്യത്തിൻ്റെ സകല സംവിധാനങ്ങളെയും ഈ ഗവൺമെൻറ് വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, 370 അനുച്ഛേദം റദ്ദ് ചെയ്തു. അത് ഇവിടെ ഭരണത്തിൽ ഭൂരിപക്ഷം, നേരത്തെ കോൺഗ്രസിനും ഇതുപോലെ വമ്പിച്ച ഭൂരിപക്ഷമുള്ള കാലമുണ്ടായിരുന്നു. ഭരണത്തിൽ ഭൂരിപക്ഷമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ആകെ നരേന്ദ്രമോദി ഗവൺമെൻറ് സംഘപരിവാർ ശക്തികൾ വെല്ലുവിളിക്കുകയാണ്. അത് ജനാധിപത്യ സമ്പ്രദായത്തെ മാത്രമല്ല, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യം, അതുപോലെ മതനിരപേക്ഷത, ഇതിനെല്ലാം തന്നെ വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ രാജ്യത്തുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം അവരുടെ രാഷ്ട്രീയ ആയുധങ്ങളാണ്. അത് ഇ.ഡി. ആവട്ടെ, CBI ആവട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ആവട്ടെ, അല്ലെങ്കിൽ ആദായനികുതി വകുപ്പാവട്ടെ, അതിനെല്ലാം ഉപയോഗിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും 7 സംസ്ഥാനങ്ങളിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള പാർട്ടി അധികാരത്തിൽ പോയിട്ട് അവിടെ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു കക്ഷി അധികാരത്തിൽ വരുന്നൊരു കാര്യം ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് BJP-ക്കാർ ഭരിക്കുന്ന 7 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരായിരുന്നില്ല ഭൂരിപക്ഷം. പിന്നീട് MLA-മാരെ പണം കൊടുത്ത് വാങ്ങി ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരിക്കുകയാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യ രാജ്യത്ത് എത്ര MP-മാരെ, എത്ര MLA-മാരെ, എത്ര നേതാക്കന്മാരെ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ പണം കൊടുത്ത്, അല്ലെങ്കിൽ ED അയച്ച്, അല്ലെങ്കിൽ CBI കേസെടുത്ത് ഇവിടെ ആളുകളെ പിടിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണോ? ഇവിടെ ഇന്ത്യ രാജ്യത്തിപ്പോൾ നിങ്ങൾ കാണുന്നത് കോൺഗ്രസ്സുകാർ വഴങ്ങുന്നു എന്നുള്ള വേറെ കാര്യം. ഇന്ത്യയിൽ നേരത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള 13 പേർ ഇത് BJP-യുടെ നേതാക്കന്മാരാണ്. നേരത്തെ PCC അധ്യക്ഷന്മാരായ 3 പേർ ഇത് BJP-യുടെ നേതാക്കന്മാരാണ്. കോൺഗ്രസിൻ്റെ ഇതിൽ ജയിച്ചിട്ടുള്ള ഏതാണ്ട് 200-ലേറെ MLA-മാർ, MP-മാർ BJP-യിലാണ്. 2 മാർഗം. ഒന്നുകിൽ അവരെ ED-യെ അല്ലെങ്കിൽ CBI-യെ അല്ലെങ്കിൽ ആദായനികുതി വകുപ്പിനെ അയച്ച് ഭീഷണിപ്പെടുത്തും. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരെ പണം കൊടുത്ത് വാങ്ങും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയ പാർട്ടി ഏതാണെന്നുള്ള ചോദ്യത്തിന് എന്താ 76 വർഷക്കാലത്ത് ഉത്തരം? അത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആണെന്നാണ്. ഏതാണ്ട് 3000-ലേറെ കോടി രൂപ നിയമപരമായിട്ട്, ഇപ്പോൾ നിയമൂല്യം ചോദിച്ചാൽ നിയമമുണ്ടാക്കി നിങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചിട്ടില്ലേ? ആ നിയമം തെറ്റാണെന്നാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത്. ഇവിടെ ED ചെല്ലുന്നു, അല്ലെങ്കിൽ CBI ചെല്ലുന്നു, അവരിഷ്ടം പോലെ പണം ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് BJP കൊടുക്കുന്നു, അതോടുകൂടി കേസില്ലാതാവുന്നു. ഇന്ത്യയിൽ ED-യും അതുപോലെ തന്നെ CBI-യും അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ള, അന്വേഷണത്തിന് പുറപ്പെട്ടിട്ടുള്ള 25ഓളം നേതാക്കന്മാർ അവർ BJP ആയപ്പോൾ പിന്നെ കേസില്ല, അന്വേഷണമില്ല എന്ന് പറഞ്ഞാൽ ED എന്താണ്? ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ സഖ്യം, ഖാർഗെ, നമ്മുടെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, അദ്ദേഹം അടക്കം അംഗങ്ങളായിട്ട് പ്രതി സംഘം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊക്കെ നിവേദനം കൊടുത്തു. പറഞ്ഞിരിക്കുന്നത് 97% കേസുകൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം എടുത്തിരിക്കുന്നത് പ്രതിപക്ഷത്തെ വേട്ടയാടാനാണ്, പ്രതിപക്ഷ പാർട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ കൂറുമാറ്റാനാണ്. CBI-യും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ പറയുന്ന ഭരണഘടനാ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നതിനെതിരായിട്ട്. ഇവിടെ മുഖ്യമന്ത്രിമാരെ പിടിക്കുന്നു, നേതാക്കന്മാരെ പിടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഈ കേസ് പറഞ്ഞല്ലോ, ഇവിടെ ഡൽഹി മുഖ്യമന്ത്രിയുടെ കേസ് പറഞ്ഞല്ലോ,
ആ കേസിനകത്ത് റെഡ്ഡി 2 തവണ പോലീസോട് പറഞ്ഞിട്ടുണ്ട്, ഈ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ പറയുന്ന ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പേരില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ വെക്കുന്നു, BJP അവരെ പോയി കാണുന്നു, അദ്ദേഹം പിന്നെ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു, എന്നിട്ട് അദ്ദേഹം പിന്നെ മാപ്പുസാക്ഷിയായിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രം മൊഴിയുടെ മേലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തൊരു നിലപാട് എന്ത് ജനാധിപത്യമാണ്? BJP എന്ത് ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ എന്താ അവർക്ക് അവകാശമുള്ളത്? ഇപ്പൊ ഞാൻ 200 പേരുടെ മൊഴിയെടുത്ത് 4 മൊഴിയിലാണ് അറസ്റ്റ് ഉണ്ടായതെന്നാണ് കേജ്രിവാളും ഇന്ന് കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ശ്രീ KP നൗഷാദ് അലി, ഇപ്പോൾ EDയുടെ കാര്യത്തിൽ നിങ്ങളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? അതിന്റെ പ്രതികരണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കേജ്രിവാളിന്റെ കാര്യത്തിൽ കേജ്രിവാളിന് എല്ലാ സഹായവും നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ED കേരളത്തിലേക്ക് വരില്ല എന്ന് പറയുന്നു, ഇപ്പോൾ ED കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വേട്ടയാടുന്നു എന്നുള്ളതാണല്ലോ കേജ്രിവാളുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം. കാരണം മദ്യനയ അഴിമതി കേസ് ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തിനാണ് ED വരുന്നതെന്നാണ് നിങ്ങൾ പ്രധാനമായും ചോദിച്ചത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? വരട്ടെ എന്നു സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഞാൻ വളരെ കൃത്യമായിട്ട് മറുപടി പറയാം. അതിന്റെ മുമ്പായിട്ട് എൻ്റെ ഒരു തോന്നൽ എനിക്ക് പറയാനുള്ളത്, സാധാരണ ഇപ്പോൾ ഈ BJPയുടെ ഈ സർക്കാരിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതൊരു ബ്രിട്ടീഷ് ആധിപത്യത്തിന് സമാനമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ആദ്യമായിട്ട് നിലനിൽക്കാൻ ചെയ്തത് ഹിന്ദു മുസ്ലിം ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവർ എതിർ ശബ്ദങ്ങളെ അതിക്രൂരമായി കാടൻ നിയമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. സമാനമായിട്ട് BJP ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുന്നത് ഇതുപോലെയുള്ള ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടാണ്. അവർ അധികാരം കൈയാളിയപ്പോൾ ഇപ്പോഴിതാ അവർ തീർത്തും എത്രക്ക് പിന്നെ പരിഹാസ്യമായി തോന്നിയാൽ പോലും, വിദേശ രാജ്യങ്ങളൊക്കെ നിരന്തരം ഉറ്റുനോക്കുകയും ഇടപെടുകയും ചെയ്താൽ പോലും ലജ്ജയില്ലാത്തവണ്ണം അവർ ഈ നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും ഏജൻസികളെ ദുരുപയോഗം ചെയ്തും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ എന്ത് ഗതിയാണോ അവസാനമുണ്ടായത് അത് തന്നെയാണ് BJPയും കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം സത്യം പറഞ്ഞാൽ സ്മൃതി, ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെ EDക്ക് വേട്ടയാടാൻ കാരണങ്ങളുണ്ട്, AAPയെ വേട്ടയാടാൻ കാരണങ്ങളുണ്ട്, സ്റ്റാലിനെ അല്ലെങ്കിൽ പിന്നെ തേജസ്വി യാദവിനെ, മമതാ ബാനർജിയെ, ഫറൂഖ് അബ്ദുള്ളയൊക്കെ വേട്ടയാടാൻ അവർക്ക് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. പക്ഷെ CPMന്റെ കേരള ഘടകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CPM പാർട്ടിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് എവിടെയും CPMും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു പാർലമെന്റ് മണ്ഡലം പോലും ഇന്നില്ല. 570-ലധികം സീറ്റുകളിൽ ഒരിടത്ത് പോലും CPMും BJPയും തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. ഇനി കേരളത്തിൽ തന്നെ നിങ്ങളെടുത്താൽ CPM ഇവിടെ ക്ഷയിക്കുകയോ പിറകോട്ട് പോവുകയോ ചെയ്താൽ ഒരിക്കലും BJP ഇവിടെ ഒരു ഗുണഭോക്താവായി വരുന്നില്ല. കോൺഗ്രസ് ആണ് അവിടെ കയറി. CPMനെ എതിർക്കേണ്ട പിണറായി വിജയനെയും സംഘത്തെയും ദുരിതത്തിലാഴ്ത്തേണ്ട ഒരു കാര്യവും BJPക്കില്ല എന്ന മിനിമം കോമൺ ലോജിക്ക് മാത്രമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരം. ഏതായാലും ഞങ്ങളാരും EDയെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ പിന്നെ കടന്നുവരവിനെ സ്വാഗതം ചെയ്തവരോ അല്ല. ഇവിടെ പിണറായി വിജയൻ തന്നെയാണ് മുമ്പ് പല കേസുകളിലും. പക്ഷേ ശ്രീ KP നൗഷാദ് അലി, നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു കേരളത്തിലേക്ക് ED വരില്ല, അന്തർധാരയുണ്ട് എന്ന്. അങ്ങനെ ഒരു അന്തർധാരയുണ്ടെങ്കിൽ ED വരില്ലല്ലോ. അല്ല, ഞങ്ങള് വാദം പിൻവലിക്കുന്നുണ്ടോ? അല്ല ഞങ്ങള് അന്തർധാരയുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കമല്ല. ED വരില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ED ഇവിടെ 2 വർഷം മുമ്പ് 2.5 വർഷം മുമ്പ് തന്നെയുള്ള കേസുകളിലൊക്കെ ED ഇവിടെ ലൈഫ് മിഷൻ കോഴ കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ, കരുവന്നൂർ കേസിൽ ഒക്കെ ഇവിടെ ED വന്ന് അന്വേഷിച്ചു, കസ്റ്റംസ് അന്വേഷിച്ചു, പലവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു. അന്വേഷണവും അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നല്ലാതെ അത് എവിടേക്കെങ്കിലും എത്തിയോ? ഞാൻ ഒറ്റ കാര്യം കൂടി സ്മൃതി ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവിടെ സ്വപ്ന സുരേഷ് ഇതുപോലെയുള്ള കൺഫസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. താൻ കൺഫസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ന് പുറത്ത് പത്രസമ്മേളനത്തിൽ അവർ വിളിച്ചു പറയുകയും ചെയ്തു. ഈ കൺഫസ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു. ഇവിടെ അരവിന്ദ് കെജ്രിവാളെയും മനീഷ് സിസോദിയെയും സത്യേന്ദ്ര ജെയിനെയും സഞ്ജയ് സിംഗിനെയും ഒക്കെ വേട്ടയാടാൻ ഉപയോഗിച്ചത് ഇതേ കൺഫസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കേരളത്തിലെ കൺഫസ് സ്റ്റേറ്റ്മെന്റ് I3-13 ഡൽഹിയിലെ കൺഫസ് സ്റ്റേറ്റ്മെന്റ് I3-15 ആകുന്ന വിചിത്ര വ്യവസ്ഥിതിയൊക്കെയാണ് EDക്കുള്ളത്. ഇതൊക്കെ രാഷ്ട്രീയക്കാരായ കേരളത്തിലെ പ്രതിപക്ഷമായ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ആര് പറയും? ED എന്നത് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അതൊരു ED മോർച്ച, ഇൻകം ടാക്സ് പരിഷത്ത്, ഇതൊക്കെ BJPയുടെ പോഷക സംഘടനകളായി
അവർ ചുടുചോറ് മാന്താൻ പറയുമ്പോൾ ഓടിച്ചെന്നും മാന്തുന്ന കുട്ടിക്കുരങ്ങന്മാരായിട്ട് എന്നോ മാറിക്കഴിഞ്ഞു. ഇവിടെ ലോകരാജ്യങ്ങൾ വരെ ഇന്ത്യ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള അധപ്പതനത്തിൽ വലിയ തോതിൽ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഞാനൊരു കണക്ക് പറയട്ടെ സ്മൃതി, 2014 ശേഷം ഇന്ത്യ രാജ്യത്ത് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിമാരിൽ 21% വിവിധങ്ങളായ പദവികൾ ഏറ്റുവാങ്ങിയത് ആളുകളാണ്. സദാശിവം, നിസാർ, അതുപോലെ തന്നെ രഞ്ജൻ ഗൊഗോയ്, അശോക് പിന്നെ ശർമ്മ, അതുപോലെ അശോക് ഭൂഷൺ, അരുൺ ശർമ്മ, പിന്നെ ജസ്റ്റിസ് ഗോയൽ, ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഇത്തരത്തിലൊക്കെ ഈ രാജ്യത്തിന്റെ പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും നമ്മളൊക്കെ ആശ്രയവും അവലംബവുമായി കണ്ടിരുന്ന നീതിന്യായ കോടതികളൊക്കെ ഇത്തരത്തിലൊക്കെ മാറുന്നതിന്റെ ഇടി ബാക്കി എല്ലായിടത്തേക്കും പോകുമ്പോൾ രാഷ്ട്രീയം ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല എന്നുള്ള വാദം അത് അത്ര കണ്ട് വിശദീകരിക്കാൻ കോൺഗ്രസിന് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം ഈ അന്തർധാര ആവർത്തിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇടി വരില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. ഇല്ല, ഈ മാസപ്പടിയിൽ ഇടി വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. വളരെ തെറ്റായിട്ട് പറയരുത്. വളരെ ഇഡി എന്നോ വന്നു കഴിഞ്ഞു. ഇവിടെ ഇഡി 2 വർഷം മുമ്പ് ഇവിടെ പലതിലും അന്വേഷണം നടത്തി. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ഇഡി അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയെ തിരുത്തു ശ്രീ നൗഷാദ് അലി. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. രമേശ് ചെന്നിത്തലയെ തിരുത്തു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനതിനാളല്ല. നിങ്ങളൊക്കെ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ കണ്ടോളൂ, സംസാരിച്ചോളൂ. ഞാനതിനാളല്ല. ശരി ശ്രീ നൗഷാദ് അലി, ബഹുമാന്യനായ നേതാവാണ് അദ്ദേഹം. ശരി. ഡോക്ടർ എം എൻ കാരശ്ശേരി, ഈ ആപ്പ് വന്ന ഘട്ടത്തിൽ കേജ്രിവാൾ എന്ന നേതാവിൽ എത്രത്തോളം ആകൃഷ്ടനായിരുന്നു താങ്കൾ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. താങ്കൾ ആ ഘട്ടത്തിൽ കേജ്രിവാളിനെ കാണാൻ ഡൽഹിയിൽ പോയി നേരിട്ട് കണ്ടതൊക്കെ ഞാൻ ഓർക്കുന്നു. ആ ഒരു ആഭിമുഖ്യം ആപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പിന്നീട് താങ്കൾ ആപ്പിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആപ്പിൻ്റെ ഭാഗമല്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയമായ എതിർപ്പുകളെ തുടർന്നാണോ അത് വേണ്ട എന്ന് വെച്ചത്, ആപ്പിൽ തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്? അതിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. സ്മൃതി, തീർച്ചയായിട്ടും കെജ്രിവാൾ വന്ന വരവ് അനവധി ആളുകളെ ആകർഷിച്ചു. അതൊരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനമാണ്, ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് എനിക്ക് തോന്നി. അതുപോലെ രാജ്മോഹൻ ഗാന്ധി, മേധാ പട്കർ, ആർ ബി ശ്രീകുമാർ, ഉദയകുമാർ, അങ്ങനെ പലർക്കും തോന്നി. അത് ഞാനും 10 രൂപ കൊടുത്തൊരു മെമ്പർഷിപ്പ് എടുത്തത് 12 കൊല്ലം മുമ്പാണ്, സത്യമാണ്. അന്ന് അതിനെപ്പറ്റി ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ഒരു സ്ഥാനത്തിരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല. എന്നോട് അവർ പറയാഞ്ഞിട്ടല്ല. പക്ഷെ പിന്നീട് അതൊരു സാധാരണ പാർട്ടിയാണ്, അതിൽ വന്ന ആളുകളൊക്കെ സ്ഥാനമോഹികളും ആ തരത്തിലുള്ള മത്സരങ്ങളുള്ള ആളുകളെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നിർജ്ജീവാകുക ചെയ്തത്. ഞാനതിൽ നേരത്തെ സജീവമായിരുന്നില്ല. ഞാനതിന് പിന്തുണ കൊടുക്കുന്നു. ഇന്ത്യയിലെ നാനാഭാഗത്തുമുള്ള യുവാക്കളുടെ ഒരു പ്രതീക്ഷയായിട്ട് വന്നു. മാത്രമല്ല, അന്ന് ഞാൻ ഡൽഹിയിലുള്ളപ്പോഴാണ് പാകിസ്ഥാൻ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചത്. പിന്നെ അത് അധികാരം കിട്ടിയ ഒരു സാധാരണ പാർട്ടിയാണെന്ന് തോന്നിയപ്പോൾ പിന്നെ എനിക്ക് അതിൽ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കെജ്രിവാൾ, ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചാണ്. ഞാൻ പിന്നീട് വാരാണസിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നത്, അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ. അപ്പോൾ അന്ന് സംസാരിക്കാൻ നേരം കിട്ടിയില്ല. ആ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ സാധാരണ പാർട്ടികളുടെ പല പ്രശ്നങ്ങളും കേരളത്തിലൊക്കെയുള്ള ആം ആദ്മിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ഒരു നേരമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം BJP ഇപ്പോൾ ആയിത്തീർന്നത്, ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ വന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് മറ്റു പാർട്ടികളിലെ ആളുകളെ പണം കൊടുത്ത് വശത്താക്കി അധികാരം നേടുക. ഇപ്പം ഞാൻ ഇത്രയൊന്നും ബഹളം ഉണ്ടാക്കാതെ ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞു, 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്നു. അദ്ദേഹം ആ പ്രസ്താവന തിരുത്തിയിട്ടില്ല, പിൻവലിച്ചിട്ടില്ല. കേരള നിയമസഭയിൽ 140 മെമ്പർമാരുണ്ട് എന്നും 71 മെമ്പർമാരെ കിട്ടിയാലേ ജനാധിപത്യത്തിൽ ഭരിക്കാൻ കഴിയൂ എന്നും അറിയാത്ത ആളല്ല അദ്ദേഹം. ആ 30 കിട്ടിയാൽ ബാക്കി 41 എന്ത് ചെയ്യും? വിലയ്ക്ക് വാങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം തൊട്ടടുത്ത കർണാടകയിൽ അങ്ങനെ വിലയ്ക്ക് വാങ്ങി നമ്മൾ കണ്ടതാണ്. പിന്നെ അല്ലെങ്കിൽ ED എന്നുള്ളൊരു ഭീഷണി, അല്ലെ CBI എന്നുള്ളൊരു ഭീഷണി, ഇതാണ് രാഷ്ട്രീയമല്ലത്. അത് മുഴുവൻ ഈ തരത്തിലുള്ള കുതിരക്കച്ചവടമാണ്. അത് ജനാധിപത്യമല്ല, അത് ധനാധിപത്യമാണ്. അപ്പോൾ അതിന് മറയായിട്ട്, അതിന് വൈകാരികത കൊടുക്കാൻ വേണ്ടി ഹിന്ദുത്വ തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയാണ്.
BJP ഭരിക്കുന്നത് ഇവിടുത്തെ അദാനി, അംബാനി, ടാറ്റ, ബിർള തുടങ്ങിയുള്ള കുത്തക മുതലാളിമാർക്ക് വേണ്ടിയാണ്. യാതൊരു തരത്തിലുള്ള ആദർശത്തിൻ്റെയും മൂല്യത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും പ്രശ്നം അവർക്കില്ല. യാതൊരു ലജ്ജയില്ലാതെയാണ് അവർ ഈ തരത്തിൽ ആളുകളെ വിലയ്ക്ക് വാങ്ങുന്നതും ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ അമേരിക്ക, ജർമ്മനി തുടങ്ങിയുള്ള രാജ്യങ്ങൾ പരസ്യമായിട്ടത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെയാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുന്നത്, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ പറയുന്നത് എന്താണ്? ഈ ജയിലിലിരുന്നൊന്നും ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള കളിയാണ് അവർ കളിക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ട്. ഇപ്പോൾ അതിനിടയ്ക്ക് പഞ്ചാബിലുള്ള ഒരേ ഒരു MP ആണ് ജലന്ധർ MP. അദ്ദേഹം BJP ചേർന്ന് കഴിഞ്ഞു. ഒന്നുകിൽ അദ്ദേഹത്തിന് പണം കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി കേസുകൾ എന്തോ ഫയൽ പുറത്തെടുത്തു. രണ്ടായാലും ജനാധിപത്യം അല്ലാതെ അത് മുഴുവൻ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളത് എന്ത് രാഷ്ട്രീയമാണ്, എന്ത് ജനാധിപത്യമാണ്? ഇപ്പോൾ 2024 ജൂൺ 4 കൂടി നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എനിക്ക് നല്ല സത്യമായിട്ടും ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. കാരണം നമ്മുടെ ജനാധിപത്യം ഈ തരത്തിൽ വിലയ്ക്ക് വാങ്ങാവുന്നതും മതത്തിൻ്റെ വൈകാരികത കൊണ്ട് ക്ഷേത്ര രാഷ്ട്രീയമോ പശുരാഷ്ട്രീയമോ പറഞ്ഞ് അക്രമത്തിൻ്റെയും ഹിംസയുടെയും വഴിക്ക് ഇലക്ഷൻ നടക്കുക, ലഹളകൾ ഉണ്ടാക്കുക. അപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം എന്നുള്ളത് എത്ര ഇടിഞ്ഞുപോയി. ഇന്ത്യക്ക് പുറത്ത് ആളുകൾ അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നൊരു കാര്യമാണിത്. അതുകൊണ്ട് കെജ്രിവാൾ അവർ വിചാരിക്കുന്ന മാതിരി ആയിരിക്കില്ല. തീർച്ചയായിട്ടും ആം ആദ്മിയുടെ പ്രതിനിധി ശ്രീ വിനോദ് മാത്യു പറഞ്ഞത് ശരിയാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കാരണം ഇത് ആം ആദ്മിക്ക് ഗുണമേ ചെയ്യൂ. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള MLA-മാരെ MP-മാരെ ഒക്കെ അവർ വിലയ്ക്ക് വാങ്ങാൻ പോകുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വിലയ്ക്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഉപമുഖ്യമന്ത്രി ഒരു കൊല്ലമായി ജയിലിലാണ്, ഇപ്പം മുഖ്യമന്ത്രിയും ജയിലിലായി. ഇതൊന്നും ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളല്ല. ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ശരി, അഡ്വക്കേറ്റ് വിനോദ്, ഇപ്പോൾ നിങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറയുന്നു, നിയമപരമായി നേരിടുമെന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ ഏക MP അങ്ങോട്ട് പോയ കഥ പറയുകയാണല്ലോ. ഇന്നലെ BJP-യിലേക്ക് പോയിരിക്കുന്നു ജലന്ധർ MP. MLA-മാരെ, ഡൽഹിയിലെ MLA-മാരെ ഒരാൾക്ക് 25 കോടി വരെ വാഗ്ദാനം ചെയ്തു എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇതുവരെ പിടിച്ചു നിന്നു. ഇനി എത്ര പേർ പോകുമെന്ന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുക? അല്ല, അവിടെ കാരശ്ശേരി മാഷ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതുമായി ഞാൻ കൃത്യമായി അതുമായി യോജിക്കുകയാണ്. കാര്യം ഈ പറയുന്ന പണം കൊടുത്താണ് ഇവരെയൊക്കെ മാറ്റുന്നത്, ഒരു തർക്കമില്ലല്ലോ. അതായത് ഈ കേജ്രിവാൾ അറസ്റ്റിലാകുന്നതിന് മുമ്പ് ഇന്ന് പഞ്ചാബിൽ നിന്ന് പോയിട്ടുള്ള MP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, അതിന്റെ ട്രാൻസ്ലേഷനാണ് ഞാൻ കാണിക്കുന്നത്, ഫാക്ട് ചെക്ക് ചെയ്യാം. അദ്ദേഹം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പ്രതീകാത്മകമായി ചങ്ങല അദ്ദേഹത്തൂടെ ഇട്ട് ഞങ്ങളുടെ നേതാവിനെ ഇതാ പൊക്കിക്കൊണ്ടു പോകുന്നതെന്നും പറഞ്ഞ് അദ്ദേഹത്തിന് അറസ്റ്റ് 2 ദിവസം മുമ്പ് പറഞ്ഞ ആളാണ് ഇന്ന് അങ്ങോട്ട് പോയിരിക്കുന്നത്. കൃത്യമാണ് പണം കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഈ പണം ഉണ്ടെന്നേ, ഇവരെ നമുക്കറിയാം. നോട്ട് നിരോധനം കൊണ്ട് നമ്മൾ വായിച്ചതും കണ്ടതും കേട്ടതുമല്ലേ. നോട്ട് നിരോധനം വന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ലഭ്യരാക്കിക്കൊണ്ട് ഇവരുടെ കള്ളപ്പണ സംവിധാനങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവരുടെ പണം ഉണ്ടായിരിക്കാം, പക്ഷേ പണം കണ്ടാൽ പോകുന്നവരാണ് നിങ്ങളുടെ നേതാക്കൾ എന്നൊരു കാര്യം കൂടി ഉണ്ട്. ഞാനതാ പറയുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാർ പോയ കഴിഞ്ഞ 12 വർഷ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങളെ ഏതൊക്കെ സമയത്ത് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. നമ്മൾ കണ്ടതല്ലേ, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരമാധികാരം കൊടുക്കുന്ന ബില്ല് കൊണ്ടുവന്ന അതുമായി ബന്ധപ്പെട്ട് അന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ഡൽഹി നിയമസഭയിൽ. അന്ന് കേജ്രിവാൾ വിളിച്ച യോഗത്തിലേക്ക് ഏതാണ്ട് 12 MLA-മാർ വന്നില്ല എന്ന് പറഞ്ഞ് അന്ന് മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചു. 12 MLA-മാരെ തട്ടിക്കൊണ്ടുപോയി. 1 മണിക്കൂറിന് ശേഷം രാജ്ഘട്ടിൽ ഗാന്ധി ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് കേജ്രിവാൾ നടന്ന് അദ്ദേഹത്തിന്റെ MLA-യുമായി വരുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. ഗുജറാത്തിൽ ഞങ്ങൾ നിയമസഭയിൽ 5 സീറ്റ് നേടി MLA-മാർ നിയമസഭയിൽ വന്നപ്പോൾ അവരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമം നമ്മൾ കണ്ടതല്ലേ. ഇപ്പൊ പറയുന്ന ഇദ്ദേഹം ഒരാൾ പോയിട്ടുണ്ടാവും, അങ്ങനെ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതാ ഞാൻ പറഞ്ഞു, 1-2 അഴുക്കുകൾ ഇതിനകത്തുണ്ടാവും, അവർ പോകും. പക്ഷേ ആത്യന്തികമായി ഈ പാർട്ടിയിൽ ഒരാളെ പോലും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, വിരട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല, ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. നമ്മൾ കണ്ടതല്ലേ ചണ്ഡീഗഡിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി അനുവദിച്ചോ? ഇല്ല. എന്തിനാണ് ഇലക്ഷൻ വേണ്ടി വരുന്നത്? എന്തിനാണ് ഈ പറയുന്നവരെ അട്ടിമറിച്ച് പണം കൊടുത്ത്
ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. ശ്രീ വിനോദ് മാത്യു, താങ്കളിലേക്ക് വരാം. ആ, ശ്രീ എം പ്രകാശൻ, ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ തന്നെ ശക്തമായി നീങ്ങാനുള്ള BJP നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? യഥാർത്ഥത്തിൽ രണ്ട് കൂട്ടരുടെയും നയം ഒന്നായത് കൊണ്ടാണോ? വോട്ട് ബാങ്കിൽ BJPയുടെ വോട്ട് ബാങ്കിലേക്ക് വലിയ തോതിൽ ആപ്പ് എത്തുന്നു എന്ന ആശങ്കയാണോ ഇത്തരം നടപടികൾക്ക് വേഗം കൂട്ടാനുള്ള പ്രധാന കാരണമായി കാണുന്നത്? ഈ സമീപകാലത്ത് കെജ്രിവാൾ സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകൾ, ഉദാഹരണത്തിന് കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരളത്തിലെ MP മാരും MLA മാരും എല്ലാം സത്യപ്രതിജ്ഞയ്ക്ക് ചെയ്ത് അവിടെ സമരത്തിന് ചെന്ന സന്ദർഭത്തിൽ ഏറ്റവും ശക്തമായിട്ട് മുഴുവൻ സമയവും ആ സമരത്തിൻ്റെ കൂടെ നിന്ന് കൃത്യമായ നിലക്കുള്ള അഭിപ്രായം പ്രകടിപ്പിച്ച ആളാണ് കെജ്രിവാൾ. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരായിട്ട് അതിരൂക്ഷമായ നിലക്കുള്ള ഭാഷയിലാണ് ഈ സമീപ ദിവസങ്ങളിൽ അദ്ദേഹം വിമർശിച്ചത്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പരിധിയിൽ നിന്ന് ഒരു കാരണവശാലും ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള നിലക്ക് ബോധ്യപ്പെടുത്തിയവരെയാണല്ലോ അവർ ആക്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചു CPM കോൺഗ്രസിനാണ് ചോദിച്ചു, എന്താ CPM എന്ന് പറയുന്ന പാർട്ടി എവിടെയാണ് മത്സരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്കകത്ത് ഏറ്റവും ശ്രദ്ധേയമായി സമീപകാലത്ത് രാഷ്ട്രീയത്തിനുണ്ടായ കാര്യം എന്താ? ഇലക്ട്രൽ ബോർഡിൻ്റെ നിരോധനം. അതിൽ ജാജ്വല്യമാനമായി തിളങ്ങി നിൽക്കുന്ന പാർട്ടി CPM ആണ്. ഒരൊറ്റ പൈസ അതിൽ വാങ്ങില്ല എന്ന് പ്രഖ്യാപിക്കാനും അതിനെതിരെ കേസ് കൊടുക്കാനും വേണ്ടി മുന്നോട്ടേക്ക് വന്ന പാർട്ടി CPM ആണ്. പണം വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനാവുമോ? പണം ഇവിടെ BJP-ക്കാർ ഇഷ്ടം പോലെ ഈ പറയുന്ന ED-യെയും CBI-യും എല്ലാം ഇറക്കി വിട്ടിട്ട് കൈക്കൂലി വാങ്ങിച്ച കാര്യം ഈ രാജ്യത്തിന് വെളിപ്പെട്ടത് ആ കേസിൻ്റെ ഫലമായിട്ടല്ലേ? പിന്നെ പറയുന്നു BJP-യും ഞങ്ങളും തമ്മിൽ അന്തർധാര. ഞാൻ ചോദിക്കട്ടെ, അന്തർധാര ഞങ്ങളും BJP-യും തമ്മിലുള്ള വലിയ അന്തർധാര കൊണ്ടാണല്ലോ ഞങ്ങൾ BJP-യുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ പോയത്, അവരുടെ ഗവർണർക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയത്, നരേന്ദ്രമോദിയുടെ മൂക്ക് മുമ്പിൽ ഞങ്ങളാകത്തെ സമരത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ടേക്ക് വന്നത്. ഇവിടെ പറയുന്നു ഞങ്ങൾ BJP-ക്കാരും തമ്മിൽ എന്തോ അന്തർധാര, പ്രണയപാരവശ്യം. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരന്തരമായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ ഈ ഇവിടെ കേന്ദ്ര ഏജൻസികൾ നിരകിയത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരില്ലാതൊക്കെ വേണ്ടി കഴിയുമോ എന്നുള്ളതിലേക്ക് അവിടെ ഈ ED അടക്കമുള്ള ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ പഴയകാല മന്ത്രിമാരെ, ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ തോമസ് ഐസക് അടക്കമുള്ള ആളുകളെ ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിന് മേലെ അദ്ദേഹത്തെ ഉൾപ്പെടെ വേട്ടയാടാനും അറസ്റ്റ് ചെയ്യാനും വേണ്ടി നടത്തുന്ന നീക്കം എന്തോ ഞങ്ങളും BJP-ക്കാരും തമ്മിലുള്ള അന്തർധാര കൊണ്ടാണ് എന്ന് VD സതീശൻ പറഞ്ഞാൽ അതെങ്ങനെ ആളുകൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും BJP-യും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. ഇപ്പോൾ ഈ രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ ഗവൺമെൻറ്റാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് ആരാദ്യം മുന്നോട്ടേക്ക് വന്നത്? കോൺഗ്രസ് അല്ലേ? ഏത് കാര്യത്തിലാണ് ഇവിടെ കോൺഗ്രസും BJP-യും തമ്മിൽ നയപരമായിട്ട് വ്യത്യാസം? ഇപ്പോൾ സ്വത്തുകൾ വിൽക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ കണ്ണായ സ്വത്തുകൾ വിൽക്കുന്നു. ആരംഭിച്ചത് ഇവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അല്ലേ? നമ്മുടെ രാജ്യത്ത് പെട്രോളിയത്തിൻ്റെ ഡീസലിൻ്റെ വില അത് കോർപ്പറേറ്റുകൾ തീരുമാനിക്കാൻ അധികാരം കൊടുക്കുന്നു. തീരുമാനിച്ചാരാ? കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അല്ലേ? അതല്ലേ ഇപ്പോൾ ഇവർ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാജ്യത്തിനകത്ത് നിയമനിർമ്മാണം NIA ശക്തിപ്പെടുത്താനുള്ള തീരുമാനം വന്നു. അവർ നിയമവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. ആരാരംഭിച്ചത്? കോൺഗ്രസ് അല്ലേ? അവർക്ക് വലിയ നിലയ്ക്ക് BJP എതിർക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നയങ്ങളുടെ കാര്യത്തിൽ അവർ തമ്മിൽ ഒരു നിലക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ കോൺഗ്രസിൻ്റെയും BJP-യുടെയും നയങ്ങൾക്ക് പകരമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നയം സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതിനു വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും ശക്തമായിട്ട് ഞങ്ങളോട് ചെറുത്തുനിൽപ്പുണ്ട്, ഞങ്ങളോട് എതിർപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി എത്ര തവണ കേരളത്തെ പരാമർശിച്ചു? കേരളത്തിൽ മാത്രമല്ലേ ഞങ്ങളുടെ ഗവൺമെൻറ് ഉള്ളൂ. എന്തുകൊണ്ടാണ്? അവർക്കറിയാം കൃത്യമായ നിലക്ക് വർഗീയതക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന, അതുപോലെ കേന്ദ്ര കോൺഗ്രസ് BJP ഗവൺമെൻറ്റുകളുടെ നയങ്ങളെ ചെറുക്കുന്ന, അതിനു പകരമായ ബദൽ നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം സംശയലേശമിന് ഇടതുപക്ഷമാണ്. ഞങ്ങൾ ചെറുതാണോ വലുതാണോ എന്നുള്ളത് വേറെ കാര്യം. ഞങ്ങളെ നല്ലതുപോലെ BJP-ക്ക് ഭയമുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. നിങ്ങൾ എവിടെയാണ് പരസ്പരം മത്സരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ അന്തർധാരയില്ലേ എന്നെല്ലാം പറയുന്നത് പിടിച്ചു കേൾക്കാൻ വേറെ ഒന്നും വാദമില്ല എന്നോട് പറയുന്നതാണ്. ഇവിടെ ED-യുടെ സഹായി കോൺഗ്രസ്സാണ്, അവർ CBI-യുടെ സഹായി കോൺഗ്രസ്സാണ്, ഇവിടെ ആദായ വകുപ്പിൻ്റെ സഹായി കോൺഗ്രസ്സാണ്. കേരളത്തിൽ ED-യെയും അതുപോലെ തന്നെ CBI-യെയും അതുപോലെ കേന്ദ്ര ഏജൻസികളെല്ലാം കൊണ്ടുവരുന്നതിൽ വലിയ നിലക്കുള്ള പങ്ക് ഈ കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഗവർണറെ വിട്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം കളിപ്പിക്കുന്നതിൽ വിരുദ്ധ നിലപാടുകൾ, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് എതിരായ നിലപാടുകൾ, ഡൽഹിയിൽ പോയുള്ള സമരം, ഇതൊക്കെയാണ് പ്രധാനമായും CPM-ന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷേ ശ്രീ എം പ്രകാശൻ, മോദിയുടെ പേരെടുത്തു പറഞ്ഞൊരു പരാമർശം, ഒരു വിമർശനം മുഖ്യമന്ത്രി ഒരിക്കൽ പോലും നടത്തിയിട്ടില്ല എന്നൊരു വാദം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി കൂടി പറഞ്ഞ് നമുക്ക് ഇടവേളയിലേക്ക് പോകാം.
അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാത്തോട് പറയുകയായിരിക്കും. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പാർട്ടിക്കകത്ത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണല്ലോ. പിന്നെ മോദി എന്ന അദ്ദേഹം പേര് മുഖ്യമന്ത്രി പറയുന്നില്ല എന്ന്. സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഇപ്പോ അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. മോഡിക്കെതിരായിട്ട് നിരന്തരമായി ഇന്ത്യയിൽ ഏറ്റവും വലിയ ശബ്ദിക്കുന്ന മുഖ്യമന്ത്രി ഒരു സംശയവും വേണ്ട, അത് കേരളത്തിലെ പിണറായി വിജയനാണ്. പിന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയെ മുന്നിൽ കണ്ടാൽ അദ്ദേഹത്തെ ചീത്ത പറയണം, അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ? കാരണം അദ്ദേഹം ഇന്ത്യ പ്രധാനമന്ത്രിയും പിണറായി കേരള മുഖ്യമന്ത്രിയാണ്. ആ പറയുന്ന സ്ഥാനത്തിന്റെ മാന്യത സൂക്ഷിക്കാൻ അവർക്ക് ബാധ്യതയില്ലേ? അതല്ലാതെ കണ്ടാൽ ഉടനെ ചീത്ത വിളിക്കണം, അതല്ലല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കഠിനമായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെ, അതിന് നയങ്ങളെ വിമർശിക്കുന്ന, അതിനെ ചെറുക്കുന്ന ഗവൺമെന്റ് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. ഇന്ത്യയിൽ കൃത്യമായ നിലക്ക് കേന്ദ്രത്തിന്റെ നയങ്ങൾ വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളത് ഈ ലോകം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ മറ്റത് അവർ പറയുന്ന പോലെ അവിടെയും ഇവിടെയും എന്തെങ്കിലും ചില കാര്യങ്ങൾ കണ്ടുപിടിച്ച് എതിർക്കണമല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി എതിർക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും മിനിമം ചുമതലയാണല്ലോ. അത് നിർവഹിക്കുന്ന എന്നുള്ളവർക്ക് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അവരിപ്പോൾ ഈ കഴിഞ്ഞ 7 കൊല്ലക്കാലം നരേന്ദ്രമോദിക്കെതിരായിട്ട് എന്ത് സംസാരമാണ്, എന്ത് സമരമാണ് ഇവിടെ കോൺഗ്രസ് നടത്തിയത്? ഒരു കാര്യമില്ലല്ലോ. അവർക്കെതിരായിട്ടൊരു വർത്തമാനമില്ലല്ലോ. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം പത്രസമ്മേളനം നടന്നില്ലേ? KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും. എന്തെങ്കിലും കേന്ദ്രത്തിന് ഒരു അക്ഷരം ഉരിയാടാൻ അവരുടെ നാവ് പൊങ്ങുന്നുണ്ടോ? അതുകൊണ്ട് ശരി, അതിന് നൗഷാദ് അലി മറുപടി പറയട്ടെ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ KP നൗഷാദ് അലി, ഇപ്പോൾ പാർട്ടിയുടെ വലിപ്പം അനുസരിച്ചല്ല ഇവിടെ BJPക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നത് CPIM ആണ്. അത് ഉദാഹരണ സഹിതമാണ് M പ്രകാശൻ ചൂണ്ടിക്കാണിക്കുന്നത്. CAA വിഷയത്തിൽ നിങ്ങളുടെ കേന്ദ്ര നേതാക്കൾ എത്രത്തോളം പ്രതികരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിപ്പോൾ ഒരു ജയറാം രമേശിൽ ഒതുങ്ങി നിൽക്കുകയാണ്. 2021 ശേഷം CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ അങ്ങനെ നിൽക്കുന്നു. മാത്രമല്ല, ഈ ഡൽഹി പോയുള്ള സമരം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ BJP മുഖ്യ ശത്രുവായി ഇവിടെ കാണുന്നത് CPM-നെയാണ് എന്നുള്ളത് ഈ EDയുടെ വരവടക്കം ചൂണ്ടിക്കാണിച്ച് അവർക്ക് മുന്നോട്ട് വെക്കാനാകും. അതിന് കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും? ഇതിന് സ്മൃതി ചോദിച്ച അത്രക്കൊരു ഗൗരവം ഈ ചോദ്യത്തിനില്ല. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഇവരെ ലക്ഷ്യം വെക്കുന്ന ന്യൂനപക്ഷങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൊണ്ട് തന്നെ ന്യൂനപക്ഷ സമുദായം ഇത് മനസ്സിലാക്കും. കാരണം മുസ്ലിം സമുദായത്തിന്റെ വോട്ട് മലബാറിൽ വാങ്ങുക എന്നത് മാത്രമാണല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ CAA നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം എന്തിനാണ് മലബാറിലെ 4 ജില്ലകളിൽ മാത്രം ഒതുക്കുന്ന ഒന്നാക്കി അവർ മാറ്റുന്നത്? എന്താ പത്തനംതിട്ടയിലും കോട്ടയത്തും കൊല്ലത്തും ആലപ്പുഴയിലൊന്നും CAA നിയമം ബാധകമല്ലേ? ഇവിടെ വന്ന് മാത്രം ഇവർ ചെയ്യുന്ന ഇവരുടെ ഈ ദുഷ്ടലാക്ക് ഇത് തിരിച്ചറിയാതിരിക്കാൻ മാത്രം അത്രക്ക് ബോധമണ്ഡലം കീഴോട്ട് പോയവരാണോ ഇവിടുത്തെ മലബാറിലെയും കേരളത്തിലെയും ന്യൂനപക്ഷ ജനത എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ന്യൂനപക്ഷ വർഗീയതയും പ്രീണനവുമാണ് ഇവരുടെ അഭയകേന്ദ്രം. എന്നാൽ നിയമസഭ വരുമ്പോൾ ഇവർ ഭൂരിപക്ഷ വർഗീയതയിലേക്ക് വളരെ പെട്ടെന്ന് കളം മാറ്റും. അതല്ലേ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞൂഞ്ഞും കേരളം ഭരിക്കുമെന്ന് ഇവർ പറഞ്ഞത്. 2021 ആയപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് ഇസ്ലാമോഫോബിയൊക്കെ അന്തരീക്ഷത്തിൽ പടർന്നു എന്ന് മനസ്സിലാക്കി ആ വാദം തിരുത്തി ഇവർ പറഞ്ഞു 2021 UDF വന്നാൽ കുഞ്ഞാലിക്കുട്ടിയും അമീറും ഹസ്സനും ചേർന്ന് കേരളം ഭരിക്കുമെന്ന്. ഇത്രക്ക് പച്ചക്ക് വർഗീയത നരേന്ദ്രമോദി പോലും അഹമ്മദ് മിയ പട്ടേൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞ പ്രസ്താവനയിൽ പോലുമില്ല. സീരിയസ് ആയിട്ട് 5 കൊല്ലം ഇടവിട്ട് ഇത്തരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ചൂഷണം ചെയ്യുന്നു. ലോക്സഭ വരുമ്പോൾ അവർ ന്യൂനപക്ഷ വർഗീയതയിലേക്ക് മാറുന്നു. ഇത്തരത്തിൽ തരാതരം വർഗീയത മാറ്റി മാറ്റി പിടിക്കുന്ന കേരളത്തിലെ CPM BJPയേക്കാൾ അധപ്പതിച്ചൊരു പാർട്ടിയാണ് എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ഉത്ബുദ്ധതയുള്ള ജനാധിപത്യ വിശ്വാസികൾ വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഈ CAA വിരുദ്ധ പ്രക്ഷോഭം? ഞാൻ പറഞ്ഞു കഴിയട്ടെ. വേഗം പറഞ്ഞോളൂ, നമുക്ക് സമയം കുറവേ ഉള്ളൂ. ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല. പറയൂ. CAA വിരുദ്ധ പ്രക്ഷോഭം ഈ രാജ്യത്ത് നയിച്ചത് കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തൊട്ട് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും ഒക്കെ -ഡിഗ്രി തണുപ്പിൽ JNUവിലും ഡൽഹിയിലെ തെരുവ് വീതിയിലും ഷഹീൻ ബാഗിലും ഒക്കെ ഇവിടുത്തെ പ്രതിഷേധക്കാർക്ക് കൂട്ടിരുന്ന ആളുകളാണ്. ഈ രാജ്യവ്യാപകമായിട്ട് CAA കേസിനെതിരെ ഏറ്റവും അധികം കേസ് ഏറ്റുവാങ്ങിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. ഈ കേരളത്തിൽ പിണറായി വിജയന്റെ CAA അനുകൂല ഭരണകൂടം ചുമത്തിയ കേസിൽ ഏറ്റവും അധികം പ്രതികളായിട്ടുള്ളത് കേരളത്തിലെ
കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളാണ്. കേരള നിയമസഭയിൽ CAക്കെതിരായിട്ടുള്ള പ്രമേയം പാസാക്കിയപ്പോൾ ഗവർണർ പുച്ഛിച്ചു. ഗവർണർക്കെതിരെ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ച കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും അതിനുള്ള അനുമതി നിഷേധിച്ചതാണ് ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ സ്പീക്കറുടെ നേതൃത്വത്തിലുള്ള കേരള നിയമസഭയാണ്. ഇത്തരത്തിൽ ഇവരൊക്കെ ഈ പൂതന വിഷം പുരട്ടിയ മുലയുമായിട്ട് ഇവര് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ശരി, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ശ്രീ പ്രകാശൻ മറുപടി. വിരുദ്ധ പ്രക്ഷോഭം വടക്കോട്ടോ തെക്കോട്ട് പോകുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറിച്ചും. മറുപടി. ഇത് ലീഗിന്റെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ന്യായമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് CA വിഷയം ചർച്ച ചെയ്യാൻ ഒരു നിയമസഭാ സമ്മേളനം വിളിച്ച ഏക സ്റ്റേറ്റ് കേരളമാണ്. കോൺഗ്രസിൽ ഒരു സ്റ്റേറ്റും വിളിച്ചിട്ടില്ല. CAക്കെതിരായിട്ട് സുപ്രീം കോടതി കേസ് കൊടുത്ത ഏക ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റാണ്. ഒരു കോൺഗ്രസ് ഗവൺമെന്റും ഇല്ല. 13 മുഖ്യമന്ത്രിമാർക്ക് ഇതിനെ എതിർക്കണമെന്ന് പറഞ്ഞ് കത്തയച്ചത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, വേറെ ആരുമില്ല. കേരളത്തിൽ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ മനുഷ്യച്ചങ്ങല നടത്തിയത് LDF ആണ്, ഒരു കോൺഗ്രസും നടത്തിയിട്ടില്ല. ഡൽഹി പ്രക്ഷോഭത്തിൽ ഒരു കോൺഗ്രസ്സുകാരും ഉണ്ടായിട്ടില്ല. ഇവിടെ ഡൽഹിയിൽ നടന്നിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോ കേരളത്തിലെ ഏത് എംപിമാരായി ചെറിയ കുട്ടികളെ പോലെ നൗഷാദലി ചെറിയ കുട്ടികളെ പോലെ ബഹളം വെക്കല്ല. ഇന്ത്യയിൽ കേസ് കൊടുത്ത ഒരു കോൺഗ്രസ് ഗവൺമെന്റിന്റെ പേര് പറയൂ. സുപ്രീം കോടതി പോയ ഒറ്റ കോൺഗ്രസ് ഗവൺമെന്റിന്റെ പേര് പറയൂ. ഈ നിയമസഭ പ്രമേയം പാസാക്കിയ ഒരു കോൺഗ്രസ് ഗവൺമെന്റിന്റെ പേര് പറയൂ. ഡൽഹിയിൽ സമരത്തിൽ കേസ് ഡൽഹിയിൽ സംസാരിച്ചിട്ടുള്ള ലീഗ് കൊടുത്ത ഹർജിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ലീഗ് കൊടുത്ത കക്ഷി ചേർന്നു. അതേ പറഞ്ഞ് ലീഗ് കൊടുത്ത കേസ് ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടല്ലോ കോൺഗ്രസ്. ഇപ്പോ CA എതിർക്കണമെന്ന് പറഞ്ഞ ഒരൊറ്റ ഇവിടെ AICC ഒരു അഭിപ്രായം പറഞ്ഞോ? ഇന്ന് വരെ AICC ഇന്ന് വരെ ഈ CA റിജക്ട് എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞോ? പറയില്ല, പറയാൻ ധൈര്യം ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധി ഇവിടെ അവസരിക്കുന്നല്ലോ. ഞാൻ വെല്ലുവിളി ചോദിക്കാം. ആര് പറഞ്ഞു? തരൂരാണ്. തരൂർ ഒഴിച്ച് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസാ? കോൺഗ്രസ് ആണോ? ലീഗല്ലേ? ലീഗാണെന്ന് ഞാൻ പറഞ്ഞ കോൺഗ്രസിനെയാണ് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കോൺഗ്രസ്. തെളിവില്ല. ശശി തരൂർ ഒഴിച്ച് ഒരൊറ്റ കേരളത്തിലെ MP ശശി തരൂർ ഒഴിച്ച് നൗഷദലി ഞാൻ പറയുന്നത് കേൾക്ക്. ശശി തരൂർ ഒഴിച്ച് ശശി തരൂർ ഒഴിച്ച് ഇതിനെതിരായിട്ട് പ്രസംഗിച്ച ഒരൊറ്റ കോൺഗ്രസ് എംപിയുടെ പേര് പറയട്ടെ. പിന്നീട് കോൺഗ്രസ് കക്ഷി ചേർന്നതിന്റെ കണക്ക് വരുന്നു. പിന്നീട് പറഞ്ഞത് തരൂർ എന്ന ഒരു പേരിലേക്ക് ഒതുങ്ങുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മറിച്ച് പറയുന്നൊരു വാദം ഇവിടെ CA വിരുദ്ധ സമരം നടന്ന സമയത്ത് 895 കേസുകൾ എടുത്തല്ലോ ശ്രീ M പ്രകാശൻ. അതിനുകൂടി മറുപടി. 895 കേസ് എടുത്തു, അതിൽ 69 കേസുകളെ പിൻവലിച്ചിട്ടുള്ളൂ. സഭയിലും കള്ളം പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദമായി പറയുന്നത്. 69 കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പത്രക്കാരോട് പറഞ്ഞു അതിൽ 760 കേസുകൾ പിൻവലിച്ചിരിക്കുന്നു. ബാക്കി കേസുകൾ ജുഡീഷ്യൽ റിവ്യൂവിലാണ്. പിൻവലിക്കാൻ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെയുള്ള ജഡ്ജിമാർ സമ്മതിക്കേണ്ട വിഷയമുള്ളൂ. അക്കാര്യം കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പത്രക്കാരോടല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീണ്ടും പഴയ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് CAയുടെ ചട്ടങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് എന്താണ്? രാഹുൽ ഗാന്ധി പറയട്ടെ, സോണിയാഗാന്ധി പറയട്ടെ, അല്ലെങ്കിൽ പ്രക്ഷോഭം അത് CPM ആണ് ശക്തമായി നടത്തിയിട്ടുള്ളത്. അതിൽ കോൺഗ്രസിനൊരു പങ്കുമില്ല എന്നും കോൺഗ്രസ് പലപ്പോഴും നിശബ്ദത പാലിച്ചു എന്നുള്ളതും ഉദാഹരണ സഹിതം M പ്രകാശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അതല്ല തരൂരടക്കമുള്ളവർ പാർലമെന്റിൽ പറഞ്ഞതാണ് ഇപ്പോൾ നൗഷാദ് ചൂണ്ടിക്കാണിക്കുന്നത്. BJPയുടെ മുഖ്യ ശത്രുവായി CPM-നെ കേരളത്തിൽ കാണുന്നു എന്നൊരു യാഥാർത്ഥ്യമാണോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ED ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ?
അല്ല, ഇതിലിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ കാരണം വെച്ചാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള BJPയുടെ ഒരു നിലപാടുണ്ട്. ആ നിലപാട് അവർ അടുത്ത ഇലക്ഷനിൽ എങ്ങനെയാണ് ആവിഷ്കരിക്കുക എന്നുള്ള ഒരു സംശയം മാധ്യമങ്ങൾക്കും നിരീക്ഷകന്മാർക്കൊക്കെ ഉണ്ട്, ജനങ്ങൾക്കുണ്ടാവും. അപ്പോൾ കോൺഗ്രസിനെ ഇല്ലാതെയാക്കുന്ന തരത്തിൽ LDFന് എവിടെയെങ്കിലും BJP സഹായിക്കുമോ എന്നൊരു ആശങ്ക പൊതുവെ അന്തരീക്ഷത്തിലുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമാകുന്നൊരു സംഗതിയാണ് ഇപ്പോൾ എക്സാലോജിക്കിന് അന്വേഷണമായിട്ട് ED വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാർ വിചാരിച്ചതിന് വ്യത്യാസമായിട്ട് ED മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കേസിൽ പ്രതിയാക്കുന്ന തരത്തിലാണ് പെരുമാറുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് കേരള ഗവൺമെൻറ് സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ ഞെരുക്കമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്തത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായൊരു കാര്യമാണ്. അത് കേസ് കൊടുത്തതും അഭിനന്ദനാർഹമാണ്. അതൊക്കെ കേരളത്തിൻ്റെ പൊതുവായ കാര്യമാണ് എന്ന് എടുക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പോലുള്ള പലരും, കമൽഹാസനെ പോലെ പലരും അതിനെ അനുമോദിച്ചത് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റുകളെ BJP ഇതര ഗവൺമെൻറ്റുകളെ പലതരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന പണി BJP എടുക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കേരള ഗവൺമെൻറ്റിന് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിനെതിരായിട്ട് സമരം ചെയ്തു എന്നുള്ളത് നല്ല കാര്യമാണ്. കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി ചെന്നിട്ട് ഗവർണർക്കെതിരായിട്ടും രാഷ്ട്രപതിക്കെതിരായിട്ടും കേസ് കൊടുക്കുക എന്നുള്ളതൊക്കെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവസാനമായി ഡോക്ടർ MN കാരശ്ശേരി, ഒരു കാര്യം കൂടി, ഈ ഇന്ത്യ സഖ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേസ് കേജ്രിവാൾ ജയിലിലാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏത് രൂപത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുക? തീർച്ചയായിട്ടും ജനാധിപത്യത്തെപ്പറ്റി ജാഗ്രതയുള്ള ജനങ്ങൾ കെജ്രിവാളിനോട് കാണിക്കുന്ന അന്യായം, ആം ആദ്മി പാർട്ടിയോട് കാണിക്കുന്ന അന്യായം, ഇപ്പോൾ ഒരു ഭാഗത്ത് പഞ്ചാബിലെ ജലന്ധർ MP വിലയ്ക്ക് വാങ്ങുക, അതുപോലെ സിസോദിയെയും കെജ്രിവാളിനെയും ഒക്കെ ജയിലിലിടുക എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ചരൺ സിംഗ് ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും വന്ന് ഇന്ദിരാഗാന്ധിയെ വളരെ സഹായിച്ചു. അതുപോലെ ഇന്ത്യ മുന്നണിയെയും ആം ആദ്മിയെയും വളരെ സഹായിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ജാഗ്രത ഉണർത്തുന്ന മട്ടിൽ ജനങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ BJP പെരുമാറുന്നത്. അവരുടെ എല്ലാ തരത്തിലുള്ള CBI ഉപയോഗിച്ചിട്ടും ED ഉപയോഗിച്ചിട്ടും പണം ഉപയോഗിച്ചിട്ടും നമ്മുടെ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്ന ഒരു പരിപാടി, തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായൊരു പരിപാടി, ജനവിരുദ്ധമായൊരു പരിപാടി ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നാണ് കരുതുന്നത് ശ്രീ നൌഷാദ് അലി? കോൺഗ്രസ് ആപ്പ് സഖ്യം അല്ല, തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് ആപ്പ് സഖ്യത്തിന് ഡൽഹിയിൽ മാത്രമല്ല തൊട്ടടുത്ത് കിടക്കുന്ന ഹരിയാനയിൽ, ഗുജറാത്തിലൊക്കെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഡൽഹിയിലെ 7 സീറ്റും സ്വീപ്പ് ചെയ്യാൻ BJPയുടെ ഈ സ്വയം കൃതാനർത്ഥം ഇടയാക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. ഗുജറാത്തിലടക്കം കഴിഞ്ഞ തവണ BJP സമ്പൂർണ്ണമായി വിജയിച്ചതാണ്. അവിടെയും വലിയ മുന്നേറ്റം ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ആപ്പ് സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, എല്ലാ സംസ്ഥാനങ്ങളിലും പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടൊരു BJP വിരുദ്ധ ഗവൺമെന്റ് അധികാരത്തിലേറാനുള്ള സാഹചര്യത്തിന് കോൺഗ്രസ് മുന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസ് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. രാജസ്ഥാനിൽ CPMന് സീറ്റ് കൊടുക്കുന്നു, ബംഗാളിൽ CPMുമായിട്ട് സഖ്യത്തിൽ മത്സരിക്കുന്നു, ത്രിപുരയിൽ മത്സരിക്കുന്നു. എല്ലായിടത്തും ഞങ്ങളാണ് ഈ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലെ ചില പിണറായി ഭക്തന്മാരായ CPMമാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അവർ ഇത്തരത്തിലൊക്കെ കോൺഗ്രസ് വിരുദ്ധത തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ആയുധമായി പയറ്റി മുന്നോട്ട് പോകുന്നു. അവരെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ M പ്രകാശൻ, KP നൌഷാദ് അലി, അഡ്വക്കേറ്റ് JR പത്മകുമാർ, വിനോദ് മാത്യു വിൽസൺ, ഡോക്ടർ MN കാരശ്ശേരി.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.